യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ID കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു കേസ്. അതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ സന്തത സഹചാരി ഫെനി നൈനാൻ അടക്കം 6 പേരെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസാണ് കേസ് അന്വേഷിച്ചത്. ആ ഘട്ടത്തിൽ രാഹുലിനെ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യുന്നതിന് വിളിപ്പിച്ചിരുന്നു. എന്നാൽ അന്ന് കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് പ്രതിപട്ടികയിൽ ചേർത്തിരുന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ 6 പ്രതികളിൽ ഉള്ളവരുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഫോൺ ഈ പറയുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും പ്രതികളുടെ എല്ലാം ഫോൺ വിവരങ്ങളും മറ്റും ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തത്. അതിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട ചില ശബ്ദ സന്ദേശങ്ങൾ തിരിച്ചെടുക്കുകയുണ്ടായി. 3-ാം പ്രതിയായ അഭി വിക്രത്തിൻ്റെ ഫോണിൽ നിന്നാണ് ഇപ്പോൾ ചില തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. ഈ വ്യാജ ID കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണത്തിനിടയിൽ പലപ്പോഴും രാഹുലിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ പേര് വന്ന സ്ഥിതിക്ക് ആ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തതായിരുന്നു, അതാണ് റിട്രീവ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും രാഹുലിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച 11 മണിക്ക് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ചിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിൽ കാര്യമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കും. അല്ലാത്ത പക്ഷം സാക്ഷിയായി ഉൾപ്പെടുത്തി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നൽകാനാണ് ഇപ്പോൾ കുറ്റപത്രം നൽകാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ 3-ാം പ്രതി അഭി വിക്രത്തിൻ്റെ ഫോണിലെ ശബ്ദരേഖയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേര് പരാമർശിക്കുന്ന ശബ്ദരേഖ തിരിച്ചെടുത്തിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കൂടുതൽ അന്വേഷണത്തിനായി നീങ്ങുന്നത്. നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച ഹാജരാകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ കിട്ടിയാൽ, ഈ ചോദ്യം ചെയ്യലിൽ കാര്യമായ തെളിവുകൾ കിട്ടിയാലാകും പ്രതി ചേർക്കപ്പെടുക. എന്തായാലും നിലവിൽ ഈ ലൈംഗിക ആരോപണ വിവാദങ്ങളിൽ പെട്ടിരിക്കുന്ന രാഹുലിന് ഈ സമയത്ത് ഇതൊരു കുരുക്ക് തന്നെയാണ്.